1531 മെക്സിക്കോയിലെ ടെപ്യാക് മലവരിയിലൂടെ നടന്നു വരികയായിരുന്നു ജുവാൻ ടിയാഗോ. പള്ളിയിലേക്കുള്ള യാത്രയിൽ കാതുകളിൽ അതിമധുരമായ സംഗീതവും ഒരു സ്ത്രീയുടെ സ്വരവും കേട്ടു. മലയിലേക്ക് വരിക. അവിടെ എത്തിയപ്പോൾ അവൻ കണ്ടത് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ. ആരാണെന്ന് ചോദിക്കുമ്പോൾ മറുപടി, ഞാൻ ദൈവമാതാവ്. അവളുടെ ആഗ്രഹം, ഈ മലയുടെ വാരത്ത് എനിക്കൊരു ദേവാലയം പണിയണം. ജുവാൻ ഈ കാര്യം ബിഷപ്പിനോട് പറഞ്ഞു. പക്ഷേ ബിഷപ്പ് അത് വിശ്വസിച്ചില്ല. മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ബിഷപ്പിന് തെളിവ് വേണം എന്ന് കേട്ടപ്പോൾ അവൻ ഭയന്നു. ഡിസംബർ 12 ഒരു ബന്ധുവിന് അന്ത്യകൂദാശയ്ക്കായി പാതയിലായിരുന്നു ജുവാൻ. വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ടു. പൂക്കൾ എടുത്തുകൊള്ളൂ എന്ന് മാതാവ് പറഞ്ഞു. ഇത് പൂക്കളുടെ കാലമല്ല, എങ്കിലും മലയുടെ മുകളിൽ അത്ഭുതകരമായി വഴിയിൽ റോസാപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ജുവാൻ അതെല്ലാം കുപ്പായത്തിൽ ശേഖരിച്ചു. ബിഷപ്പിന്റെ മുൻപിൽ വിടർത്തിയപ്പോൾ പൂക്കളും സൗരഭ്യവും ഒക്കെയായി തറയിലേക്ക് വീണു. പക്ഷേ അതിലും വലിയ അത്ഭുതം കുപ്പായത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ ചിത്രമാണ്. ഈ അത്ഭുതം ലോകം മുഴുവൻ വിസ്മയത്തോടെ ഏറ്റെടുത്തു. ഇന്നും വിശ്വാസത്തിന്റെ ഐക്യചിഹ്നമായി ഗ്വാഡലൂപ്പ് മാതാവ് അതേ സ്ഥലത്ത് തിളങ്ങുന്നു. അവളെ ആശ്രയിക്കുന്നവരെ അമ്മ ഒരിക്കലും വിട്ടുകളയില്ല.